ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് തയ്യൽ അറിയാത്തവരാണോ? എന്നാലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയും നമ്മളുടെ ഡ്രസ്സൊക്കെ ഇപ്പം നീളം കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാനും ഷേപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താ എൻ്റെ ഈ പാൻറ്റിൻ്റെ നല്ല നീളമുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഇറക്കം കുറയ്ക്കാൻ പോകുന്നത്. അത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനിയും ഇങ്ങനെ ഡ്രസ്സൊക്കെ നീളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മളിനി തയ്യൽക്കടയിലൊന്നും പോകണ്ട കേട്ടോ. ഇങ്ങനെ ഇത് മാത്രം മതി. ഇതൊരു ടേപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ഓൺലൈനിലായിട്ട് മേടിക്കാനായിട്ട് കിട്ടും. ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാധാരണ ഒരു തുണിയൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും നമ്മളുടെ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. നമ്മളപ്പോൾ എന്തായാലും തയ്യൽക്കടയിൽ പോയിട്ട് വേണം ശരിയാക്കാൻ വേണ്ടിയിട്ട്. തയ്യൽക്കടയിൽ പോയി കഴിഞ്ഞാലോ എത്ര ടൈം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ടൈമിലൊന്നും കിട്ടില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വീട്ടിൽ തന്നെ നമ്മളുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഇറക്കം കുറയ്ക്കുകയോ ഷേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അത് വെച്ചിട്ട് ആ ടേപ്പ് പോലുള്ള സാധനം വെച്ചിട്ട് എത്രയാണോ വേണ്ടത് അത്രയും വെച്ചിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതവിടെ ഒട്ടിയിരുന്നോളും. ഞാൻ കുറച്ച് വെച്ചിട്ട് അത് അയൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വെച്ച സ്ഥലം ഒട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എടുത്തിട്ട് ഇതിന് ഇത് വീതി കുറവായത് കാരണം കുറച്ച് നമ്മൾ നല്ലതായിട്ട് വെക്കണം. അപ്പം വീണ്ടും അത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ നീളം കുറച്ചോ കൂട്ടിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ശരിക്കും നല്ല ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഉള്ളൊരു ടേപ്പ് നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് നമ്മളുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഈ പാൻറ്റൊക്കെ ചിലപ്പോൾ ഇറക്കം കൂടിയതായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്യുകയും നമ്മൾ തയ്യൽക്കടയിൽ പോയി ഒരുപാട് ടൈം അവിടെ മെനക്കെട്ടിരിക്കുകയൊക്കെ വേണം അല്ലേ. ഒരു ഡ്രസ്സ് തന്നെ തയ്ക്കാൻ കൊടുത്താൽ എത്ര ദിവസം എടുക്കും ഇത് അവരാക്കി തരാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എളുപ്പത്തിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇത് നല്ല വൃത്തിയായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പറയില്ല നമ്മളത് ഒട്ടിച്ചെടുത്തതാണെന്ന് പറയേയില്ല. കണ്ടില്ലേ, ഞാൻ ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഒരു പാടുമില്ല കേട്ടോ. ഇതങ്ങോട്ട് വെക്കുക, നമ്മൾക്ക് ഇങ്ങനെ അകത്തോട്ട് വെക്കുക, തുണിക്ക് അകത്തോട്ട് വെക്കുക. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന മാതിരി വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഫുള്ള് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഷേപ്പ് ചെയ്യുന്നതിന് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ കീറ്റലുകളൊക്കെ ഉണ്ടാവില്ലേ, തുണി കീറിയൊക്കെ കുറച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ തന്നെ ശരിയാക്കാവുന്നതാണ്. ഒരു സൈഡ് ഫുള്ള് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യത്തിന് ഒരു എമർജൻസിക്കൊക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി മറ്റേ സൈഡും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഒരു ഐഡിയ ആണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ വൃത്തിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും തയ്യൽ മെഷീനും സൂചിയും നൂലും ഒന്നുമില്ലെങ്കിലും നമുക്ക് നമ്മളുടെ തുണികളൊക്കെ ഇറക്കം കുറയ്ക്കുകയോ ഷേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.